ഹായ് ഹലോ എ വെരി ഹാപ്പി മോർണിംഗ്. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ ഹാല സെഷൻ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസം ഗ്യാപ്പ് വന്നു. എന്തായാലും നമ്മുടെ ഇന്ന് സെക്കൻഡ് ലാപ്പ് ഹാല സക്സസ്ഫുള്ളി ഇന്നിപ്പോൾ ഒരു 16th ഡേ ആണ് സെക്കൻഡ് ലാപ്പിൽ. അതായത് ടോട്ടൽ നമ്മുടെ ഹാല സെഷൻ തുടങ്ങിയിട്ട് 35 ഡേയ്സ് കംപ്ലീറ്റ് ആണ്, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. സോ പ്രൗഡാണ് ഞങ്ങൾ, കാരണം ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസവും കറക്റ്റായിട്ട് 4:30 എണീറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ പോണത്. അതായത് നമ്മുടെ മിറാക്കിൾ മോർണിംഗ് 35 ഡേയ്സ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അതിലുള്ള കുറേ ചേഞ്ചസ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മിറാക്കിൾ തന്നെയാണ്, ഓരോ ദിവസവും ഭയങ്കര മിറാക്കിൾസാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ലൈഫിലായിക്കോട്ടെ പ്രൊഫഷണലി ആയിക്കോട്ടെ എല്ലാം. ഓക്കെ, എനിവേ, അപ്പോൾ അതൊന്ന്. പിന്നെ ഇന്നിപ്പോൾ ആക്ച്വലി ഒരു നല്ല ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അതായത് വ്രതശുദ്ധിയുടെ ഒരു എന്താ പറയുക, അടുത്തൊരു പുണ്യമാസം കൂടി സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഒരുപാട് പേരിന്ന് നോമ്പെടുത്തവരുണ്ടാവും. നോമ്പെടുത്ത് ഫസ്റ്റ് ഡേ ആണല്ലേ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നോമ്പിന്. എല്ലാവർക്കും ആ ഒരു ഫുൾ ഡേ നോമ്പിൻ്റെ ഫുള്ള് കറക്റ്റായിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ നോമ്പെടുക്കുന്നവരുടെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ ആക്ച്വലി ബോഡിയെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആക്ച്വലി നോമ്പെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ. അപ്പോൾ ഡീടോക്സിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സോ കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഫുഡ് കൂടി നിങ്ങൾ ഉൾപ്പെടുത്തുക നിങ്ങളുടെ ഡയറ്റിൽ കേട്ടോ. ഇപ്പോൾ രാവിലെ നിങ്ങൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ലോണം വെള്ളം കുടിക്കുക, ബോഡി ഡീഹൈഡ്രേറ്റ് ആവാതെ. അപ്പോൾ നന്നായി വെള്ളം കുടിക്കുക. പിന്നെ കഴിക്കുന്ന ഭക്ഷണം കാർബ്സ് കുറേ ഉള്ളത് വാരി വലിച്ച് കഴിക്കാതെ നല്ല ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള വാട്ടർ റിച്ച് ആയിട്ടുള്ള ഫുഡ് എടുത്തിട്ട് നോമ്പ് സ്റ്റാർട്ട് ചെയ്യുക. ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഫുഡ് എടുത്തിട്ട് നോമ്പ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തും അതെ, ഒരുപാട് ഈ വറുത്തത് പൊരിച്ചത് കാര്യങ്ങളല്ലാതെ നല്ല ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ നല്ല കാര്യങ്ങൾ, നല്ല സാധനങ്ങൾ എടുത്തിട്ട് നിങ്ങൾ നോമ്പ് തുറക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഈ നോമ്പ് സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ അത് അതിൻ്റേതായിട്ടുള്ള 100% എഫക്റ്റ് നിങ്ങളുടെ ബോഡിക്ക് ഉണ്ടായിരിക്കും. ബോഡിക്ക് ആയിക്കോട്ടെ മനസ്സിനായിക്കോട്ടെ അല്ലേ, എല്ലാം കൊണ്ട്. സ്പിരിച്വലി അതെ, ഫിസിക്കലി അതെ, മെൻ്റലി അതെ, എല്ലാം ഈ നോമ്പ് സമയം ഒരു അടിപൊളിയാവട്ടെ എല്ലാവർക്കും. അപ്പോൾ നോമ്പിൻ്റേതായിട്ടുള്ള കുറച്ച് ഡയറ്റിൽ വരുന്ന കുറച്ച് ടിപ്സൊക്കെ ഞാൻ ഈ കുറച്ച് ദിവസങ്ങളിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഒരു ഹാപ്പി സൺഡേ. താങ്ക് യു.